മടിക്കൈ 3 റോഡ് ജംഗ്ഷനിലെയും സമീപത്തെയും ജനവാസ കേന്ദ്രങ്ങളിൽ 2 ദിവസം ഭീതി പരത്തിയ കാട്ടുപോത്തിനെ ഒടുവിൽ മയക്കുവെടിവെച്ച് കീഴ്പ്പെടുത്തി വനത്തിൽ വിട്ടു. തൃശൂരിൽ നിന്നും എത്തിയ വിദഗ്ധരാണ് മയക്കുവെടിവെച്ചത്. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. ഞായറാഴ്ച വൈകിട്ട് 5ഓടെ കാര്യളത്തെ കിണറ്റിൽ കാട്ടുപോത്ത് വീണിരുന്നു. തിങ്കളാഴ്ച പുലർച്ചെ വനപാലകരും പോലീസും ചേർന്ന് കരകയറ്റിയെങ്കിലും കാട്ടിലേക്ക് പോയിരുന്നില്ല. പിന്നീട് ചൊവ്വാഴ്ച മടിക്കൈ എരിക്കുളം ഭജനമഠത്തിന് സമീപത്തെ കുറ്റിക്കാട്ടിലായിരുന്നു കാട്ടുപോത്തിനെ വീണ്ടും കണ്ടത്. തുടർന്നാണ് മയക്കുവെടിവെക്കാൻ വനംവകുപ്പ് അധികൃതർ തയ്യാറായത്. തൃശൂരിൽ നിന്നും ഡോക്ടർ ഡേവിഡ് എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള വനംവകുപ്പിന്റെ വിദഗ്ധ ഡോക്ടർമാരടങ്ങിയ 5-അംഗ സംഘം എത്തിയതോടെയാണ് ചൊവ്വാഴ്ച രാവിലെ വനംവകുപ്പിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ പോത്തിനെ വെടിവെക്കാനുള്ള നടപടികൾ തുടങ്ങിയത്. പടക്കം പൊട്ടിച്ചതോടെ പോത്ത് ഇറങ്ങിയോടി. 1 കിലോമീറ്റർ അകലെ കിനാനൂർ കരുതളം പഞ്ചായത്തിലെ മാനൂരി പുല്ലാഞ്ഞിവള്ളിയിലാണ് നിന്നത്. അവിടെ വെച്ചാണ് 10:30 ആദ്യം മയക്കുവെടിവെച്ചത്. 2 മണിക്കൂർ കഴിഞ്ഞിട്ടും പോത്ത് മയങ്ങിയിരുന്നില്ല. മയക്കുവെടിയുടെ ആദ്യ ഡോസ് ഉദ്ദേശിച്ച ഫലം ചെയ്യാത്തതിനെ തുടർന്ന് 100 മീറ്റർ അകലെ വെച്ചാണ് ഉച്ചയ്ക്ക് 12:30 രണ്ടാമത്തെ ഡോസ് വെടിയുതിർത്തത്. തുടർന്ന് പോത്ത് മയങ്ങി വീണതോടെ ഉടൻ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നടപടികൾ പൂർത്തിയാക്കി. തുടർന്ന് ക്രെയിൻ ഉപയോഗിച്ച് ലോറിയിലേക്ക് മാറ്റി വനമേഖലയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീതയും അംഗങ്ങളും സ്ഥലം സന്ദർശിച്ചിരുന്നു. ജനങ്ങൾ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ പ്രദേശത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒന്നും പറയാൻ പറ്റുന്നില്ല. കുഞ്ഞുങ്ങളെല്ലാം സ്കൂളിൽ പോകുന്ന സമയത്ത് ടാപ്പിങ്ങിന് പോകുന്നവരുണ്ട്. ഇപ്പം ഇവർക്ക് ടാപ്പിങ്ങിന് പോകാൻ പറ്റുന്നില്ല. ഏത് സമയത്ത് പുറത്തിറങ്ങുന്നതെന്ന് പറയാൻ പറ്റുന്നില്ല. കുട്ടികൾക്ക് സ്കൂൾ മര്യാദക്ക് രക്ഷിതാക്കൾക്ക് വിടാൻ പറ്റുന്നില്ല. വളരെ ഭീതി പരത്തുന്ന ഒരവസ്ഥയാണ് ഈ പ്രദേശത്തുള്ളത്. അടുത്തിടെ നടന്ന മയക്കുവെടികളെല്ലാം മൃഗങ്ങളുടെ ജീവനെടുത്ത സാഹചര്യത്തിൽ അതീവ ശ്രദ്ധയോടെയായിരുന്നു നടപടികൾ. നാട്ടുകാരുടെ സഹകരണം നടപടികൾ എളുപ്പമാക്കിയതായി DFO K അഷ്റഫ് പറഞ്ഞു. കാസർഗോഡ് റേഞ്ചിൽ നിന്നുള്ള റാപ്പിഡ് റെസ്പോൺസ് ടീമും സ്ഥലത്തുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.